നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു കൊടൂർ. കഴിഞ്ഞ ദിവസം നമ്മൾ ടാറ്റ മോട്ടോഴ്സിന്റെ പ്ലാന്റിൽ വെച്ച് M&HCV സെഗ്മെന്റും EV സെഗ്മെന്റിലൊക്കെ പരിചയപ്പെട്ടിരുന്നു. അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് LCV ആൻഡ് ICV കാറ്റഗറിയിലേക്കാണ്. ആ ഒരു സെഗ്മെന്റിലെ എന്തൊക്കെ കാഴ്ചകളാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇന്ന് കാണാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു സൈഡിൽ കാണാൻ സാധിക്കും പല ടൈപ്പ് ഓഫ് ഫ്രെയിമുകൾ, ഷേസിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിരിക്കുന്നത് കൂടെ കാണാൻ സാധിക്കും. ഏതായാലും നമുക്ക് ഇതിന്റെ ഓരോരോ കാഴ്ചകളായിട്ട് കണ്ടിട്ട് പോകാം. ടാറ്റ മോട്ടോഴ്സിന്റെ ഈ ഒരു സെഗ്മെന്റ് തുടങ്ങുന്നത് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഷേസിയുടെ ഇതിൽ നിന്നാണ്. ഈ ഒരു ഫ്രെയിമിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പലതരത്തിലുള്ള ബോൾട്ടുകള്, നട്ടുകള് എന്നിവരുടെ എല്ലാ സാധനങ്ങളും ഇതിനകത്തേക്ക് നിങ്ങൾക്ക് അലൈൻമെന്റ് ചെയ്ത്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നട്ട് ബോൾട്ടുകളെ എല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് സ്റ്റേഷൻ നമ്പർ 2 നമ്മുടെ വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബ്രേക്കിന്റെയും അതുപോലെ തന്നെ എയറുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തു പോകുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് കാണാം പല ടൈപ്പ് ഓഫ് മെറ്റീരിയലുകൾ യൂസ് ചെയ്യുന്നു. അതിനെല്ലാം ഓരോരോ ആളുകൾ നിന്ന് കറക്റ്റ് ആയിട്ട് അത് ചെയ്തു പോകുന്നു. ഇപ്പം ഈ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം, ഇതുകൊണ്ട് ബ്രേക്കിന്റെ എയറുമായിട്ട് ബന്ധപ്പെട്ടതും അങ്ങനത്തെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ട്രാക്ക്. ആ ട്രാക്കിനനുസരിച്ച് അത്ര ഏത് സ്പീഡിലാണ് പോകുന്നത്. അങ്ങനെ അതുപോലെ തന്നെ ഇതുകൊണ്ട് നിങ്ങൾക്ക് കാണാം, ഇതാ നമ്മുടെ ഫ്രണ്ടിലത്തെ പവർ സ്റ്റിയറിംഗിന്റെ മോട്ടറും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സ്റ്റേഷൻ 2 തന്നെ അവർ ചെയ്യുന്നുണ്ട്. അവിടുന്ന് നെക്സ്റ്റ് സ്റ്റേഷനായ സ്റ്റേഷൻ 3 നമുക്ക് പോകാം. പ്രധാനമായിട്ടും ഇവിടെ നമ്മുടെ ഫ്രണ്ടിലത്തെ പ്ലേറ്റിന്റെ കാര്യങ്ങൾ, അതുപോലെ സസ്പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ഒരു തേർഡ് സ്റ്റേജിലേക്ക് കൊണ്ടിരുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ബ്രേക്കിന്റെ ഓസ്, ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അവിടെ കൊണ്ടിരുന്നു. അപ്പം നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാം നമ്മുടെ ഹൗസിങ്, അതുപോലെ തന്നെ നമ്മുടെ ഡിഫറൻഷ്യൽ ഇതുണ്ട്. ഈ ഒരു യൂണിവേഴ്സൽ ജോയിന്റ് ഒക്കെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഈ ഒരു ഫോർത്ത് സ്റ്റേജിലാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ യൂണിവേഴ്സൽ ജോയിന്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഹൗസിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. യു ബോൾട്ടുകള് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ ഇടുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സൈഡിലായിട്ട് ഇതുണ്ട് നമ്മുടെ ഫ്രണ്ടിലത്തെ സ്റ്റിയർ ആക്സില് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. നമ്മുടെ സ്റ്റിയർ ആക്സിലും ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന പ്ലേറ്റ് സെറ്റ് വന്ന് അതിലുള്ള യു ക്ലാമ്പ കാര്യങ്ങൾ അതെല്ലാം ഈ ഒരു ഫ്രണ്ട് ഭാഗത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈറ്റ്സിന്റെ യൂണിറ്റ് വരും. സിഗാർ ടൈപ്പ് ഈറ്റ്സിന്റെ യൂണിറ്റ് ആണ് ഈ ഒരു വണ്ടിക്കകത്ത് വന്നിരിക്കുന്നത്. പല ടൈപ്പ് ഓഫ് ഈറ്റ്സിന്റെ യൂണിറ്റ് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു സിഗാർ ടൈപ്പ് ഈറ്റ്സിന്റെ യൂണിറ്റ് ആണ്. ആ ഒരു കാര്യങ്ങളെല്ലാം അറ്റാച്ച് ചെയ്യുന്നതെല്ലാം ഈ ഒരു ഭാഗത്തു നിന്നാണ് നടക്കുന്നത്. ഇതിന്റെ ഒരു നെക്സ്റ്റ് പാർട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ യു ബോൾട്ട്. നമുക്ക് ആ ഒരു മെഷീൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ കണ്ടിരുന്നത് നമ്മുടെ യു ബോൾട്ടും കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യുന്ന ആ ഒരു യു ബോൾട്ടും കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യുന്നതാണ് ഇവിടെ. ഇത് ഓരോ സെഗ്മെന്റ് ആയിട്ട് നമ്മുടെ ഫ്രണ്ടിലത്തെ ആക്സിൽ, അതുപോലെ തന്നെ റിയർ ആക്സിൽ, അവിടെ ആ ഒരു പ്ലേറ്റ് സെറ്റുകൾ, ആ ഒരു അങ്ങനത്തെ ഈ മെയിൻ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുക്കും. അപ്പം അവിടുന്ന് എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻ സ്റ്റേജ് ആണ്. അതായത് ഈ വൺസ് ഇത് നേരെ ഇൻവേർട്ട് ചെയ്താൽ തലതിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഒരു സെഗ്മെന്റിൽ ഒന്നുമുണ്ട് മാർക്കിങ്ങുകളുണ്ട്, ഓരോരോ ടൈപ്പ് ഓഫ് മാർക്കിങ്ങുകളെല്ലാം കറക്റ്റ് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയി എന്ന് അവർ ഉറപ്പുവരുത്തുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്ന ഈ ഒരു സ്റ്റേജിലാണ്. അങ്ങനെ ഈ ഒരു സ്റ്റേജിലും ശേഷം ആ ഒരു ഭാഗത്തേക്ക് കൊണ്ട് ഇൻവേർട്ട് ചെയ്ത് നമുക്ക് മെയിൻ ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നു. അങ്ങനെ ഇൻവേർട്ട് ആയ ചേസ് ഇവിടെ നേരെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഷേസ് ഇവിടെ വന്നു. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുണ്ടോ പല ടൈപ്പ് ഓഫ് ബോൾട്ടുകള്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുകളിലേക്ക്, അതായത് നമ്മുടെ അപ്പർ ബോഡിയുടെ കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിൻ ഈ ഒരു ഭാഗത്തായിട്ടേക്ക് എത്തിക്കുന്നത് ഈ ഒരു ടൈമിലാണ്. നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു എഞ്ചിൻ വരുന്നുണ്ടോ, ഈ ഒരു എഞ്ചിൻ ഇവിടുന്ന് വന്നതിന് ശേഷം എഞ്ചിൻ കറക്റ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് അത് വെച്ചിച്ചു കൊടുക്കും. അപ്പൊ ആ ഒരു എഞ്ചിൻ വെക്കുന്നതിന് മുന്നേ അതുമായിട്ട് ബന്ധപ്പെട്ട കേബിളുകള്, വയറുകള്, എഞ്ചിനിലേക്ക് കണക്ട് ചെയ്ത് പോകേണ്ട നമ്മുടെ ഈറ്റ്സിന്റെ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്രയും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു എഞ്ചിൻ അതിലേക്ക് മോൾഡ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു എഞ്ചിൻ അവിടെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ടാറ്റയ്ക്കകത്ത് വന്നിരിക്കുന്നത് നമ്മുടെ 5+1 ഗിയർ ബോക്സ് ആണ്. ആക്ച്വലി ഈ ഒരു വന്നിരിക്കുന്ന ഗിയർ ബോക്സ് എന്ന് പറയുന്നത് നമ്മൾ എഞ്ചിൻ വെക്കുന്ന കണ്ടതിനകത്ത് ഏറ്റവും വലിയൊരു രസമുള്ള കാര്യം ഇതുകൊണ്ടോ, ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ പാർട്ടായിട്ട് എഞ്ചിന് വേണ്ട ഓരോരോ കാര്യങ്ങൾ, അതുപോലെ തന്നെ എഞ്ചിനും ഗിയർ ബോക്സുമായിട്ട് വന്ന ഈ ഒരു സെഗ്മെന്റിനെ ഇതിനേക്കുള്ള വയറിങ്ങുകൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വെക്കുന്ന ഒരു സെക്ഷനാണിത്. നമ്മുടെ ഫാനിന്റെ കവറുകൾ, അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് നമ്മുടെ റേഡിയേറ്റർ, ഇന്റർകൂളർ, അതുമായിട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഇതെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് എഞ്ചിൻ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴത്തേനും നമ്മുടെ ഒരു ഫുൾ എഞ്ചിനായിട്ട് വന്ന് പിന്നീട് നമ്മൾ അതിനെ ഷേസിലേക്ക് കയറ്റുന്ന ഒരു സെക്ഷനാണ് നമുക്കവിടെ കാണുന്നത്. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളെ അവരത് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അങ്ങനെ ആ ഒരു എഞ്ചിൻ അവിടെ പ്ലേസ് ചെയ്തു.
അങ്ങനെ ഈ ഒരു എഞ്ചിൻ വന്ന് പ്ലേസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്നത് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ഇന്റർകൂളർ, റേഡിയേറ്റർ, അതുമായിട്ട് ബന്ധപ്പെട്ട ഹോസുകൾ, നമ്മുടെ ഫിൽറ്ററിന്റെ ഹോസ് കാര്യങ്ങൾ, ഫിൽറ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം, മോൾഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് വരും. ഈ ഒരു മെഷീൻ ഇതുണ്ട്, അത് നമ്മൾ ആ ഒരു ഷേസ് നമ്പർ അവിടെ ഘടിപ്പിച്ചതിന് ശേഷം അവരത് കൺഫേം ഈ ഒരു ഷേസിന്റെ നമ്പർ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ ഒരു ഷേസിയുടെ നമ്പർ അവിടെ കറക്റ്റായിട്ട് അവരത് പഞ്ച് ചെയ്തതും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. എന്നതിന് ശേഷം ഈ ഒരു ബേയിലേക്ക് എത്തുമ്പം ഇവിടെയാണ് നമ്മുടെ ബാറ്ററി, അതുപോലത്തെ ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടുന്ന് അറ്റാച്ച് ചെയ്യും ഈ ഒരു വണ്ടിയിലേക്ക് വേണ്ടിയുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിനകത്ത് വന്നിരിക്കുന്ന ടാറ്റയുടെ ബാറ്ററിയാണ്. ഇത് ആക്ച്വലി ഒരു ബസ്സിന്റെ ഷേസിയാണ് ഈ ഒരു വന്നിരിക്കുന്നത്. നമ്മുടെ ടാറ്റയുടെ ബാറ്ററീസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു. അതിനുശേഷം നെക്സ്റ്റ് ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ബ്രേക്ക് ലൈറ്റുകൾ. അതായത് നമുക്കിപ്പം തൽക്കാലത്തേന് നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് വെക്കുന്ന നോർമൽ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫൈനലായിട്ട് വന്ന നമ്മുടെ ഈ കാണുന്ന നമ്മുടെ ബോഡി, അല്ലെങ്കിൽ നമ്മുടെ ഷേസിന്റെ നമ്മുടെ ഫ്രണ്ടിലത്തെ കൗളും കാര്യങ്ങളും എല്ലാം ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഒരു സെക്ഷനിലേക്കാണ്. പിന്നെ അപ്പൊ ഇതിലേക്ക് ഇവിടെ വരുമ്പോഴത്തേനാണ് നമുക്ക് കാണാൻ നമ്മുടെ സീറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ ഗിയർ കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അപ്പൊ ഗിയറിന്റെ ഷാഫ്റ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത്. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഒരു നോർമൽ ഷേസ് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ നോർമൽ കൗൾ ഷേസിന്റെ കാര്യങ്ങളായിട്ട് വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നോർമലായിട്ട് ഇവിടുന്ന് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രണ്ടിലത്തെ നമ്മുടെ ലൈറ്റ്, ഹെഡ്ലൈറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഈ ഒരു സെഗ്മെന്റിലേക്ക് അത് ചെയ്ത് കൊടുക്കുന്നു. അവിടുന്ന് നെക്സ്റ്റ് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ ടയർ കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ടയറിനെ കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ ടയർ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. ആ ഒരു ടയറും കാര്യങ്ങളെല്ലാം ഇവിടെ ഫിക്സ് ചെയ്തിട്ട് പിന്നീട് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകും. നെക്സ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ വീൽ ടൈറ്റൻ ചെയ്യുന്നതിന്റെ ആ ഒരു മുമ്പ് നമ്മൾ നേരത്തെ തന്നെ ഒരു മെഷീൻ കണ്ടിരുന്നു. എല്ലാ ടൈപ്പ് ഓഫ് വീലിന്റെ ബോൾട്ട് കാര്യങ്ങളെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ ഇത് ചെയ്യുന്നതാണ്. ഇതെല്ലാം മെഷീനൈസ് ആണ് ചെയ്യുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സീറോ എറർ എന്നുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൽ നിന്ന് നേരെ കയറുന്നത് ഈ ഒരു റാമ്പിലേക്കാണ് കയറുന്നത്. ഓൾമോസ്റ്റ് ഇതിന്റെ ഫൈനൽ കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയതിന് ശേഷം ഈ ഒരു റാമ്പിലേക്ക് ഇവിടെ ഒന്ന് കയറും. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ ഈ ഒരു ട്രക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ വീൽ അലൈൻമെന്റ് സെക്ഷനിലേക്കാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഈ ഒരു കൊമേഴ്സ്യൽ വെഹിക്കിളിന്റെ വീൽ അലൈൻമെന്റും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്താണ്. നമുക്ക് അവിടെ നമ്മുടെ കാറൊക്കെ ചെയ്യുന്ന പോലെ തന്നെ രണ്ട് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഫുൾ തിരിച്ച് എങ്ങനെയാണ് വീൽ അലൈൻമെന്റ് ചെയ്തത് അതേ രീതിക്ക് തന്നെ ആ ഒരു വീൽ അലൈൻമെന്റ് കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നീട് നെക്സ്റ്റ് പോകുന്ന സ്റ്റേജ് ഈ ഒരു വീൽ റോളിംഗ് ടെസ്റ്റിലേക്കാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ ടയറായിട്ട് റോൾ ചെയ്ത് നോക്കി എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുന്നത്. ഇതാ ഒരു വീൽ റോളിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു വീൽ റോളിംഗ് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഷിഫ്റ്റ് ടു സെക്കൻഡ് ആൻഡ് ആക്സിലറേറ്റർ. ഈ ഒരു മിറർ, ഈ ഒരു മോണിറ്റർ നമുക്ക് കാണിക്കും ഏത് രീതിക്കൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ അതിനനുസരിച്ചാണ് അവരവിടെ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കൂടെ കാണാൻ സാധിക്കും. അങ്ങനെ ഓരോന്നായിട്ട് ഓരോ ഗിയറായിട്ട് മാറി ഏറ്റവും മാക്സിമം സ്പീഡ് വരെ നമുക്കവിടെ ചെയ്ത ആ ഒരു വീൽ റോളിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് വരുന്നത് നമ്മുടെ ഷവർ ടെസ്റ്റിൻ്റെ അതുപോലെ തന്നെ സ്മോക്ക് ടെസ്റ്റിൻ്റെ അടുത്തേക്കാണ്. ഇതൊരു ഷേസി ആയതുകൊണ്ട് തന്നെ ഇതിന് ഈ ഒരു ഷവർ ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്മോക്ക് ടെസ്റ്റിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്കൊരു ഫുള്ളി ബോഡി കെട്ടിയ ഒരു ബസ് ആവുന്നൊരു സമയത്തേക്ക് മാത്രമേ നമുക്ക് ഈ ഒരു ടെസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെസ്റ്റിൻ്റെ കാര്യം ഇവിടെ ചെയ്യാറില്ല. എന്നതിന് ശേഷം നേരെ വണ്ടി പുറത്തേക്ക് ഇറക്കുകയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം ഫുള്ള് കഴിഞ്ഞ് ഫൈനലായിട്ട് മറ്റൊരു ഇതും കൊണ്ട് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഓരോ പാർട്ടുകളെല്ലാം അവർ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നു, എല്ലാം കറക്റ്റ് ആണ്, എവിടെയെങ്കിലും ലൂസ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കി ഒരു ഫൈനൽ PDA പോലത്തെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ ആ ഒരു റേഞ്ചിലേക്ക് നമ്മുടെ യാർഡിലേക്ക് വണ്ടികളെല്ലാം ഫുള്ളായിട്ട് കൊണ്ട് മാറ്റി ഓരോന്നായിട്ട് അവിടെ നിർത്തുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ബസ് ഷേസ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ LCV ആൻഡ് ICV കാറ്റഗറിയിലേക്ക് നടക്കുന്നത്. അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണിയോളമായിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ ഒരു പ്ലാൻ വിസിറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇന്നുകൊണ്ട് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എന്നത്തെ പോലെയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത്രയും വലിയൊരു പ്ലാനിനകത്ത് വന്ന് ഈ കാര്യങ്ങളെല്ലാം കാണാനും ഉള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് ടാറ്റ മോട്ടോഴ്സിനോടുള്ള ഒരു നന്ദി പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കല്ല. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങളുടെ സ്വന്തം വിഷ്ണു കൊടു, സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോസ് വ്ളോഗ്.